ഓക്കെ, ശ്രീ എ കെ ഷാനിബ്, ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന പ്രതീതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ പോവാണ് എന്നുള്ളതായിരുന്നു. കാരണം കെ മുരളീധരൻ പ്രത്യക്ഷപ്പെടുന്നു, അദ്ദേഹം പറയുന്നു പുകഞ്ഞ കൊള്ളി പുറത്ത്, ഇനി ആ കൊള്ളിയുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പുറത്ത് പോട്ടെ എന്ന് പറയുന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള സമയമായി, അവസാനത്തെ നടപടിയെടുക്കാനുള്ള സമയമായി എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നു. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പുറത്താക്കണം, ഇനി വേറെ വഴിയില്ല എന്ന നിലപാടെടുക്കുന്നു. പക്ഷേ ഉച്ചയോടുകൂടി KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തുമ്പോഴേക്ക് അതങ്ങ് ദുർബലമാവുകയാണ്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ യുക്തമായ നടപടി തക്ക സമയത്ത് എടുക്കും എന്നൊക്കെയുള്ള അഴകൊമ്പൻ നിലപാടിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ നടപടി എന്നൊരു പ്രതീതി എന്തുകൊണ്ടാണ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അങ്ങ് ഇല്ലാതായി പോയത്, അല്ലെങ്കിൽ ലഘൂകരിക്കപ്പെട്ടു പോയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ അവസ്ഥയിലും അദ്ദേഹം എവിടെയോ ഒളിവിൽ കഴിയുമ്പോഴും ഇത്രയും വലിയ സ്വാധീനം, ഇത്രയും വലിയ ശക്തി, കോൺഗ്രസിന്റെ വലിയ നേതാക്കളുടെ ആഗ്രഹം നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തി അദ്ദേഹത്തിന് എങ്ങനെയാണ് കോൺഗ്രസ്? അല്ല, തീർച്ചയായും ഇത് ഇപ്പോൾ മാത്രമല്ലല്ലോ, ആദ്യത്തെ പ്രതികരണം വന്ന സമയത്തും ആദ്യത്തെ ഈ വാർത്ത പുറത്തു വന്ന സമയത്തും ഈ റിനിയുടെ പ്രതികരണത്തിനൊക്കെ ശേഷവും അന്നും ഇതേ പ്രതീതി ഉണ്ടായിരുന്നു. ഇയാൾക്കെതിരെ ഇതാ നടപടി എടുക്കാൻ പോകുന്നു, ശക്തമായ നടപടി ഉണ്ടാവും എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തു നിന്നും ഇതുപോലെ പല പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ നിരയിലൊരു മാറ്റമുണ്ടായത് അന്ന് ബീഹാറിലോ മറ്റോ കറങ്ങി നടന്നിരുന്ന വടകര MP, ഈ പറയുന്ന ഈ സൈക്കോപാത്തിനെ എല്ലാ തരത്തിലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷാഫി പറമ്പിൽ MP അവിടെ വന്ന് വിമാനമിറങ്ങിയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചൊരു പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിന് ശേഷമാണ് പിന്നീട് ആ നിലയിലെല്ലാം മാറ്റം ഉണ്ടായത്. പിന്നീട് അയാളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വലിയ സൈബർ ആക്രമണം ഈ പറയുന്ന പരാതി പറഞ്ഞവർക്കെതിരെയും പ്രതികരിച്ചവർക്കെതിരെയും, അന്ന് ഉമാ തോമസിനെ പോലെ ആളുകൾ ഇതേ കാര്യമാണ് പറഞ്ഞത്, രാഷ്ട്രീയത്തിലേ തുടരാൻ അനുവദിക്കരുത്, അടുത്ത നിമിഷം തന്നെ രാജിവെക്കണം. ഇത് ഇപ്പോഴല്ല, ഈ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പ്രതികരണമാണ്. അതുപോലെ തന്നെ അന്ന് തന്നെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളുമൊക്കെ അന്ന് അതെ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ പരസ്യമായി തന്നെ പറഞ്ഞു. പല ആളുകളും രഹസ്യമായിട്ട് പാർട്ടിക്കകത്ത് പറഞ്ഞു ഇനി അയാളെ കൊണ്ടുപോകരുത്, അയാളെ ഇനി പാർട്ടിയിലെ വെച്ച് പൊറപ്പിക്കരുത് എന്നുള്ള നിലപാട് അന്ന് തന്നെ പറഞ്ഞാണ്. പക്ഷെ ആ നിലപാട് മാറിയത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആ നിലപാട് മാറ്റം വന്നത് ഷാഫി പറമ്പിലിന്റെ ഇടപെടലിന് ശേഷമാണ്. ഇപ്പൊ ഇന്നും നിങ്ങൾ നോക്കൂ, ഈ തരത്തിലുള്ള എല്ലാ മൂവ്മെന്റുകളും വരുന്നു എന്ന തരത്തിൽ ചെയ്യാൻ കഴിയാത്തത്ര ശക്തിയുള്ള ഒരു നേതാവാണോ ഷാഫി പറമ്പിൽ? നോക്കൂ, രമേശ് ചെന്നിത്തല അദ്ദേഹം നേരത്തെ പറഞ്ഞത് എക്സ്ട്രീം സ്റ്റെപ്പ് വേണം, മനോരമയുടെ ഹോർത്തൂസിൽ പറഞ്ഞത് ഏറ്റവും വലിയ നടപടി വേണം എന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ പാർട്ടിയിലെ കൂടിയാലോചനകൾക്ക് ശേഷം മറ്റൊരു തീരുമാനമാണ് ഉണ്ടായതെന്നാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പുറത്താക്കണം എന്നുള്ള നിലപാട് 3 മാസം മുമ്പുണ്ട്. VD സതീശന് MLA സ്ഥാനത്ത് നിന്ന് മാറ്റണം, പുറത്താക്കണം എന്നുള്ള നിലപാട് 3 മാസം മുമ്പുണ്ട്. ഇപ്പോഴും ഉണ്ട് രണ്ടുപേർക്കും. വനിതാ നേതാക്കളുടെ കാര്യം താങ്കൾ പറഞ്ഞു, മുരളീധരൻ പറഞ്ഞത് നമ്മൾ കേട്ടു, പൊതുമധ്യത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവരെക്കാളൊക്കെ, രമേശിനേക്കാളും VD സതീശനേക്കാളും മുരളീധരനേക്കാളും ഒക്കെ പവർ കോൺഗ്രസ് പാർട്ടിയിൽ താങ്കൾ പറയുന്നത് പോലെ ഷാഫി പറമ്പിലിന് ഒറ്റയ്ക്കുണ്ടാവുമോ? അല്ല, ഈ സംശയം എല്ലാവർക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് ഷാഫി പറമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ എൻ്റെ അധ്വാനം കൂടി ഉണ്ട്, ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതെന്നാണ്, ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് അയാൾ MLA ആയതെന്നാണ്. കാരണം പാലക്കാട് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് എല്ലാവരും, അതായത് ഒരുവിധം കോൺഗ്രസിലെ നേതാക്കളൊക്കെ ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് അതിശക്തമായി വാദിച്ചിട്ടും ഇയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം, എന്നാൽ മാത്രമേ പാലക്കാട് ജയിക്കൂ, എന്നാൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങൂ എന്ന നിലയിൽ വാശി പിടിച്ചിട്ടാണ് പാലക്കാട് ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയതും ആ പ്രവർത്തനങ്ങൾ നടത്തിയതും തെരഞ്ഞെടുപ്പിൽ ഇയാളെ MLA ആക്കിയതുമൊക്കെ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇയാളെ സംരക്ഷിക്കാൻ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു വന്നത്? ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമൊക്കെ ആയിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച എല്ലാ നേതാക്കളും നിങ്ങൾ നോക്കൂ, രമേശ് ചെന്നിത്തലയാണെങ്കിലും VD സതീശനാണെങ്കിലും KC വേണുഗോപാൽ പോലും കൃത്യമായി തുറന്നു പറഞ്ഞില്ലെങ്കിലും KC വേണുഗോപാലും ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കൾ, വനിതാ നേതാക്കൾ, ഇവരെല്ലാവരും ഇയാളെ പാർട്ടിയിലെ വെക്കാൻ പാടില്ല എന്ന് പറയാണ്. ഇവരാരും KPCCയുടെ പലരും ആൾക്കാർ, ഇപ്പോൾ ബിന്ദു കൃഷ്ണനെ പോലെയുള്ള ആളുകൾ KPCCയുടെ വൈസ് പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഉമാ തോമസ് KPCC ഭാരവാഹിത്വത്തിലുള്ള ആളൊന്നുമല്ല. പക്ഷെ അവർ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്നു. ഒരു കാരണവശാലും ഇപ്പോൾ എനിക്കറിയാം, ഉമാ തോമസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപിലുണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. സോഷ്യൽ മീഡിയയിലെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ
ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അത് വിശദമായി പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് മൂർധാവിൽ ചുംബിച്ച് അഭിനന്ദിച്ച ആളാണ് ഈ സൈക്കോപാത്ത്. അപ്പൊ അയാളെ പുറത്താക്കണമെന്ന് ഉമാ തോമസ് പോലും പറയുമ്പോൾ നിങ്ങൾ നോക്കൂ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം എന്താണ്? ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്, ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് അയാൾ ഇങ്ങനെ ആയത്. അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ താല്പര്യം എന്താണെങ്കിലും എന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള നടപടി അല്ലല്ലോ ഇപ്പൊ ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഇതിനെന്ത് കാരണം എന്ന് ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമായി പറയാം. ഇപ്പൊ ഇന്ന് ഷഹന എന്ന് പറയുന്ന MA ഷഹനാസ് എന്ന് പറയുന്ന ഒരു വനിതയുടെ ഒരു കോൺഗ്രസ്സുകാരിയാണ്. അവർ ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന തരത്തിലുള്ള പോസ്റ്റുകളും അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് ഒരു സോഷ്യൽ മീഡിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ട്, ഇയാളെ പ്രസിഡന്റ് ആക്കിയാൽ പെൺകുട്ടികൾ പങ്കെടുക്കേണ്ട മീറ്റിങ്ങുകൾ, പെൺകുട്ടികൾ പങ്കെടുക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത് ഗുണകരമാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ പരിഹസിച്ചു. അവർ പേരെടുത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഷാഫി പറമ്പിൽ എന്നെ പരിഹസിച്ചു, എന്നെ അപഹസിച്ചു. അതിനുശേഷം മറ്റൊരു കാര്യമുണ്ടായപ്പോൾ അതിനുവേണ്ടി ഞാൻ പരാതി പറഞ്ഞപ്പോൾ അപ്പോഴും നടപടി ഉണ്ടായില്ല എന്ന് ആ പെൺകുട്ടി തന്നെ പറയാണ്. അതുപോലെ തന്നെ നമുക്കൊരു പാലക്കാട് ഇപ്പോ MLA ആയിട്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ശക്തമായ നടപടി എടുത്തെന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ. ഈ പുറത്താക്കിയ ആൾ പാലക്കാട് വന്നിട്ട് പാലക്കാട് അത്ഭുതകരമായ കാര്യങ്ങളാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.